ലെങ്ത് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. മീറ്റർ സ്കെയിൽ വെച്ച് 10⁻³ മീറ്റർ ടു 10⁻² മീറ്റർ വരെയാണ് അളക്കാൻ കഴിയുന്നത്. അതുകൂടാതെ വെർനിയർ കാലിബർ, സ്ക്രൂ ഗേജ് എന്നിങ്ങനെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ പ്രാക്ടിക്കൽ ലാബിൽ യൂസ് ചെയ്യുന്നുണ്ട്. വെർനിയർ കാലിബർ 10⁻⁻4 മീറ്റർ റേഞ്ചും സ്ക്രൂ ഗേജ് 10⁻⁵ മീറ്റർ റേഞ്ച് മെഷർമെൻറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ 2 സ്റ്റാർട്സ് അല്ലെങ്കിൽ 2 ഹെവൻലി ബോഡീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഡയറക്റ്റ് മെത്തേഡ് പറ്റില്ല. അതിന് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ആണ് പാരലാക്സ് മെത്തേഡ്. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഒരു കണ്ണ് അടച്ച് ഒബ്സർവ് ചെയ്താൽ ഒബ്ജക്റ്റിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്നും ഒബ്ജക്റ്റ് ഷിഫ്റ്റ് ആയതുപോലെ നമുക്ക് തോന്നും. ഇവിടെ ഒരു പെൻസിൽ ഒരു റെഫറൻസ് പോയിന്റ് വെച്ച് ഇടത് കണ്ണും വലത് കണ്ണും മാറി മാറി അടച്ച് ഒബ്സർവ് ചെയ്യുന്നതാണ് കാണുന്നത്. പെൻസിലിൻ്റെ പൊസിഷൻ റെഫറൻസ് പോയിന്റിൽ വെച്ച് ഷിഫ്റ്റ് ആകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതിനെ പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ദ അപ്പാരന്റ് ഷിഫ്റ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ വെൻ വി ഷിഫ്റ്റ് അവർ ഐ സൈഡ് വൈസ്. ഇവിടെ നമ്മൾ പെൻസിലിനെ ഒബ്സർവ് ചെയ്യുന്നത് നമ്മുടെ 2 കണ്ണുകൾ വെച്ചാണ്. ഇതിനെ നമ്മൾ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ എന്ന് വിളിക്കുന്നു. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് ഓഫ് ഒബ്സർവേഷനെ ബേസിസ് എന്ന് വിളിക്കുന്നു. ഇവിടെ ബേസിസ് എന്ന് പറയുന്നത് 2 കണ്ണുകൾ തമ്മിലുള്ള അകലം ആണ്. ഇതേ മെത്തേഡ് തന്നെയാണ് പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നത്. പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ 2 സ്ഥലങ്ങളിൽ ഇരുന്ന് ടെലിസ്കോപ്പ് യൂസ് ചെയ്ത് പ്ലാനറ്റ്സിനെ ഒരേ സമയത്ത് ഒബ്സർവ് ചെയ്യുന്നതാണ്. ഈ ഫിഗറിൽ എസ് എന്നത് പ്ലാനറ്റ് ആയി എടുത്തു. എക്സ്, വൈ എന്നീ 2 പോയിന്റ്സിൽ നിന്നും പ്ലാനറ്റ്സിനെ ഒബ്സർവ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ബേസിസ് ആണ്. അത് ബി എന്ന് മാർക്ക് ചെയ്തു. എക്സ് വൈ എസ് ഒരു ട്രയാങ്കിൾ ആണെന്ന് കാണാം. ഇവിടെ ആംഗിൾ എസ് എക്സ് വൈ ബീറ്റ എന്നും ആംഗിൾ എസ് വൈ എക്സ് ഗാമ എന്നും എടുത്തു. ആംഗിൾ എക്സ് എസ് വൈ തീറ്റ ആയി എടുത്തു. ആംഗിൾസ് ബീറ്റ ആൻഡ് ഗാമ ടെലിസ്കോപ്പ് വച്ച് ഒബ്സർവ് ചെയ്യുമ്പോൾ മെഷർ ചെയ്യാവുന്നതാണ്. ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കൂട്ടിയാൽ 180 ഡിഗ്രി ആണ് കിട്ടുന്നത്. ദെൻ നമുക്ക് തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ആംഗിളിനെ പാരലാക്സ് ആംഗിൾ ഓർ പാരലാക്റ്റിക് ആംഗിൾ എന്ന് വിളിക്കുന്നു. ആംഗിൾ ബിറ്റ്വീൻ 2 ഡയറക്ഷൻസ് ഓഫ് ഒബ്സർവേഷൻ ആണ് പാരലാക്സ് ആംഗിൾ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാനറ്റ് ആൻഡ് എർത്ത് ഡി ആയി എടുത്തു. എക്സ് എസ് ആൻഡ് വൈ എസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. ഡിയുടെ വാല്യൂ വളരെ വലുതാണ്. സോ ബി ബൈ ഡി ഈസ് വെരി മച്ച് ലെസ് ദാൻ 1. ദാറ്റ് ഈസ് 1നേക്കാൾ ഒത്തിരി വളരെ കുറവാണ്. ദെൻ തീറ്റയുടെ വാല്യൂ വളരെ ചെറുതായിരിക്കും. സോ എക്സ് വൈയെ നമുക്ക് ഒരു സർക്കിളിൻ്റെ ആർക്ക് ആയി കൺസിഡർ ചെയ്യാം. എസ് എന്നത് സർക്കിളിൻ്റെ സെൻറ്റർ ആയും ഡി സർക്കിളിൻ്റെ റേഡിയസ് ആയും എടുത്തു. പ്ലെയിൻ ആംഗിൾ നമ്മൾ പഠിച്ചിരുന്നു. പ്ലെയിൻ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു ബി ബൈ ഡി എന്ന് കിട്ടും. തീറ്റ ഇവിടെ റേഡിയനിലാണ് എടുത്തിരിക്കുന്നത്. ബിക്കോസ് SI യൂണിറ്റ് ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് റേഡിയൻ ആണ്. ഇനി ബേസിസ് ബി ഈക്വൽ ടു ഡി തീറ്റ കിട്ടും. ദെൻ ഡിസ്റ്റൻസ് ഓഫ് ദി പ്ലാനറ്റ് ഫ്രം ദി എർത്ത് ഈസ് ഡി ഈക്വൽ ടു ബി ബൈ തീറ്റ ആണ്.
പോലെ പ്ലാനറ്റ്സിൻ്റെ ഡയമീറ്റർ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ഡി ആംഗുലർ ഡയമീറ്റർ ആയി എടുത്തു. ക്യാപിറ്റൽ ഡി ഡിസ്റ്റൻസ് ഓഫ് ദി പ്ലാനറ്റ് ഫ്രം എർത്ത് ആണ്. എർത്തിലെ 2 പോയിൻറ്റ്സ് എക്സ് ഓർ വൈ, അവിടെ നിന്നും ഒരു പ്ലാനറ്റിൻ്റെ 2 ഓപ്പോസിറ്റ് പോയിൻറ്റ്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ. ഒന്നെങ്കിൽ എക്സ് എടുക്കാം അല്ലെങ്കിൽ വൈ എടുക്കാം. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ പ്ലാനറ്റ്സിൻ്റെ 2 ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ആ ലൈൻ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ആ ആംഗിളാണ് ആൽഫ. പ്ലെയിൻ ആംഗിളിൻ്റെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. ദെൻ വി ഗെറ്റ് ആൽഫ ഈക്വൽ ടു സ്മോൾ ഡി ബൈ ക്യാപിറ്റൽ ഡി, ഓർ diameter of the planet small d equal to capital D into alpha. ഇവിടെയും ആൽഫ റേഡിയനിൽ ആണ്. ഇനി ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സ്മോൾ യൂണിറ്റ്സ് ഉണ്ട്. 1 ഫെർമി, ദാറ്റ് ഇസ് 1 F is equal to 10⁻⁻15 മീറ്റർ ആണ്. ആൻഡ് നമ്മൾ ഓപ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നതാണെന്ന് 10⁻10 മീറ്ററിനെ 1 ആംസ്ട്രോങ് എന്ന് വിളിക്കും. അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത് ആണ്. സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് അസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ്. 1 astronomical unit equal to 1.496 into 10⁻11 meter ആണ്. Then next one is light year. It is the distance traveled by light in 1 year with speed of 3 into 10⁸ meter per second. അതായത് 3 into 10⁸ meter per second ലൈറ്റ് ഒരു ഇയർ ട്രാവൽ ചെയ്ത് എടുക്കുന്ന ഡിസ്റ്റൻസ്, അതാണ് ലൈറ്റ് ഇയർ. ദെൻ 1 ലൈറ്റ് ഇയർ LY ആണ് ഡിനോട്ട് ചെയ്യുന്നത്, ഈക്വൽ ടു 9.46 into 10⁻15 മീറ്റർ ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാർ സെക്കൻഡ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ PC ആണ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 1 astronomical unit subtends an angle of 1 second. അതായത് 1 സെക്കൻഡ് ആംഗിള് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ്, അത് എന്ന് പറയുന്നത് 3.08 into 10⁻16 മീറ്റർ ആണ്. ഇവിടെ നമ്മൾ മാസിൻ്റെ മെഷർമെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം മാസ് എന്ന് പറയുന്ന ബേസിക് പ്രോപ്പർട്ടി ഓഫ് ദി മാറ്റർ ആണ്. ഇത് ടെമ്പറേച്ചർ, പ്രഷർ, പ്ലേസ് ഇതിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ദെൻ നമുക്ക് കോമൺ ബാലൻസ് ഒക്കെ വെച്ചിട്ട് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ മാസ് മെഷർ ചെയ്യാൻ പറ്റും. എന്നാൽ ലാർജ് മാസസ് ഇൻ ദ യൂണിവേഴ്സ് ലൈക്ക് പ്ലാനറ്റ്സ്, സ്റ്റാർസ്, ഇതൊന്നും നമുക്ക് കോമൺ ബാലൻസ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഗ്രാവിറ്റേഷണൽ മെത്തേഡ് വെച്ചിട്ടാണ്, നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ മാസ് കണ്ടുപിടിക്കുന്നത്. ഇനി സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ മാസ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺസിൻ്റെ, പ്രോട്ടോൺസിൻ്റെ എക്സെട്ര കണ്ടുപിടിക്കുന്ന മാസ് സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്താണ്. ആറ്റംസ്, മോളിക്യൂൾസിൻ്റെയൊക്കെ യൂണിറ്റ് നമ്മൾ എഴുതുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് AMU എന്ന് പറയും.
1 അറ്റോമിക് മാസ് യൂണിറ്റ്, അത് AMU ഓർ U എഴുതാം. ഇറ്റ് ഈസ് 1/12 ഓഫ് മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ് ആണ്. ഇറ്റ്സ് വാല്യൂ ഇസ് 1.66 ഇൻറ്റു 10⁻⁻27 kg എന്ന് പറയും. മെഷർമെൻറ്റ് ഓഫ് ടൈം ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ടൈം മെഷർ ചെയ്യാൻ വേണ്ടി ക്ലോക്ക് ആണ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്ന ഒരു ഫിനോമിന റിപ്പീറ്റഡ് ആയിട്ടുള്ള ആണ് നമ്മൾ ക്ലോക്കിലെ സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് എനി ഫിനോമിനൻ ദാറ്റ് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് റെഗുലർലി ക്യാൻ സെർവ് ആസ് എ ക്ലോക്ക്. എക്സാമ്പിൾസ് ആണ് നമ്മുടെ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ അല്ലെങ്കിൽ എർത്തിൻ്റെ റൊട്ടേഷൻ. ഇതെല്ലാം നമുക്ക് പഴയ കാലങ്ങളിൽ ടൈം മെഷർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നവയാണ് അവർ ഗ്ലാസ്, പെൻഡുലം, സൺ ഡയൽ എക്സെട്ര. ഇതിനെല്ലാം ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ CCM ക്ലോക്ക് യൂസ് ചെയ്യാറുണ്ട്. അവിടെ CCM ആറ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പീരിയോഡിക് വൈബ്രേഷൻസ് ആണ് ഈ ക്ലോക്കിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. ദെൻ ടൈമിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. ദെൻ 1 സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടൈം ടേക്കൻ ബൈ CCM 133 ആറ്റം ടു മേക്ക് 9192631770 വൈബ്രേഷൻസ്. അത്രയും വൈബ്രേഷൻസ് എടുക്കാൻ ഉള്ള ടൈം, അതാണ് 1 സെക്കൻഡ്. ഇനി നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ ഈ CCM ക്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ സ്റ്റാൻഡേർഡ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എറർ എന്ന് പറയുന്നത് ഒരു 10⁻13 ഒരു പാർട്ട് മാത്രമേ ഇതിൽ എറർ കാണിക്കത്തുള്ളൂ.